കോൺഗ്രസ്സുകാർ ഇത്തവണ വോട്ട് ചോദിച്ചത് സ്ത്രീകൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം പറഞ്ഞത് 15-ാം തീയതി മുതൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 15-ാം തീയതി മുതൽ ഞങ്ങൾക്ക് സൗജന്യ യാത്ര കൊടുക്കാം. വാഗ്ദാനങ്ങൾ ഡേറ്റ് അനുസരിച്ച് തന്നാൽ അത് ഡേറ്റ് അനുസരിച്ച് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം കൂടി അവർക്കുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഇതൊരു ജനകീയ പ്രശ്നമായി തന്നെ കാണുകയാണെങ്കിൽ ഇന്ന് ഇന്ധനവില 3 രൂപ വർദ്ധിച്ച് അതിനെതിരെ ഒരു പ്രതിഷേധവും കൂടിയാണോ ഇത്? അതിനെതിരെ ഒരു പ്രതിഷേധമല്ല ഇത്. നോക്കൂ, നിങ്ങൾ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇന്ധനവിലയും ഒരു ജനകീയമായ വിഷയമാണ്. ഇന്ധനവില ജനകീയമായ വിഷയം തന്നെയാണ്. ഇന്ധനവില കുറഞ്ഞപ്പോഴും ഇവരാരും പറഞ്ഞില്ലോ. ഈ ഇന്ധനവിലയുടെ പേരിൽ കുറച്ച് നാളുകളായിട്ട് ഇത് പൊക്കോണ്ടിരിക്കല്ലേ, അതവിടെ നിന്നോട്ടെ. നിങ്ങളുടെ വീട്ടിലും അമ്മമാരുള്ളതാണ്. അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അതിനെതിരെ മഹിളാ മോർച്ച സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആർജവം നിങ്ങൾ മാധ്യമപ്രവർത്തകരും കൂടി. പാചകവാതക വില വർധനവ്, ഇന്ധനം, ഇതും സ്ത്രീകളെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും. പക്ഷേ പാചകവാതക വില വർധനവ് എന്ന് പറയുന്നത് അതിന് മുന്നേ പാചകവാതകം ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന്, അവരുടെ ക്ഷേമത്തിന്, അവരുടെ പുരോഗതിക്ക് എല്ലാം ഇത്രയും നാൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരും കാണിച്ച് അതും കൂടി നമ്മൾ പറയണമല്ലോ.